നമസ്കാരം. റോഡിലെ നിയമലംഘനങ്ങളെ നിസ്സാരമായാണോ കാണുന്നത്? എങ്കിൽ ഈ പറയുന്നത് കേൾക്കുക. പിഴയടച്ചു മാത്രം രക്ഷപ്പെടാവുന്നത്ര നിസ്സാരമല്ല നിയമലംഘനങ്ങൾ. അത്തരക്കാരെ പാഠം പഠിപ്പിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. സംസ്ഥാനത്ത് നിയമലംഘനങ്ങൾ നടത്തിയവരെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിങ് ആൻഡ് റിസർച്ച് മുഖാന്തരം നിർബന്ധിത പരിശീലന ക്ലാസ്സിന് വിധേയരാക്കിയിരിക്കുകയാണ് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ്. വെറും ക്ലാസ് മാത്രമല്ല കേട്ടോ, ഗുരുതര നിയമലംഘനം നടത്തിയവരെ 5 ദിവസത്തെ സാമൂഹ്യ സേവനത്തിനും മോട്ടോർ വാഹന വകുപ്പ് വിധേയരാക്കുന്നു. എടപ്പാൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന IDTR-ൽ 2023 ഇതുവരെ 1100 പേർക്കാണ് ശിക്ഷാ നടപടി എന്ന നിലയിൽ പരിശീലന ക്ലാസ് നൽകിയത്. 2019 ഈ നിയമം നിലവിൽ വന്നെങ്കിലും ഈ വർഷം മുതലാണ് സമഗ്രമായി നടപ്പിലാക്കിയത്. 22 പേരാണ് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ എടപ്പാളിലുള്ളത്. ഇതിനു പുറമെ ആലുവ, മുട്ടം, കറുകുറ്റി എന്നിവിടങ്ങളിലും പരിശീലന ക്ലാസുകളുണ്ട്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കിടപ്പിലായവരെ ഉൾപ്പെടെ സന്ദർശിക്കലാണ് നിയമലംഘനം നടത്തിയവർക്കുള്ള ഒരു പാഠം. NGO സംഘടനകളുടെ പ്രവർത്തകരുടെ കൂടെ വീടുകൾ സന്ദർശിച്ച് പരിക്കേറ്റവരുടെ ഇപ്പോഴത്തെ സ്ഥിതി കാണണം. ഒപ്പം സന്നദ്ധ പ്രവർത്തകർക്കൊപ്പം അവിടെ സേവനവും ചെയ്യണം. ഈ സേവനം നിർബന്ധമല്ലെങ്കിലും പരിക്കേറ്റവരുടെ അവസ്ഥ കാണുമ്പോൾ പലരും സേവനങ്ങൾക്ക് സന്നദ്ധരാകുന്നുണ്ട് എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നത്. മരണത്തിന് കാരണമായ അപകടത്തിൽ വണ്ടി ഓടിച്ചവർ, മദ്യപിച്ച് വാഹനം ഓടിച്ചവർ, അപകടമുണ്ടാക്കിയവർ, അപകടകരമായ ഡ്രൈവിംഗ്, ബസ്സുകളിൽ വിദ്യാർത്ഥികളോടുൾപ്പെടെ മോശം പെരുമാറ്റം തുടങ്ങിയവയ്ക്കെല്ലാം 3 ദിവസത്തെ ക്ലാസും 5 ദിവസത്തെ സാമൂഹ്യ സേവനവും ചെയ്യേണ്ടി വരും. മോട്ടോർ വാഹന വകുപ്പോ പോലീസോ റോഡിൽ കൈ കാണിക്കുമ്പോൾ നിർത്താതെ പോവുക, വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുക, ഹെൽമറ്റ് ധരിക്കാതെ ഇരിക്കുക തുടങ്ങിയവയ്ക്ക് 1 ദിവസത്തെ ക്ലാസ്സാണ് നൽകുന്നത്. അപ്പോൾ കൂടുതൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിർബന്ധിത സാമൂഹ്യ സേവനവും പിന്നെ പരിശീലന ക്ലാസും അറ്റൻഡ് ചെയ്യേണ്ടി വരും.